ഞങ്ങളൊരു സ്റ്റേഷനിൽ കൊണ്ടുപോയി. അവിടെ ASI സത്യപ്രകാശ് എന്ന് പറഞ്ഞൊരു സാറുണ്ടായിരുന്നു. അയാൾ എന്നെ വളരെ ബ്രൂട്ടലായിട്ട്, ഞങ്ങളെ 2.5 മണിക്കൂർ ആ സ്റ്റേഷനിൽ വെച്ച് ബ്രൂട്ടലായിട്ട് മർദ്ദിച്ചു. എൻ്റെ മുഖത്ത് 17 തവണയാണ് എൻ്റെ മുഖത്തടിച്ചത്. ഫൈബർ സ്റ്റിക്ക് കൊണ്ട് ക്രൂരമായിട്ട് ഞങ്ങളെ മർദ്ദിച്ചു. മലയാളം സംസാരിച്ചതിൻ്റെ പേരിൽ മർദ്ദിച്ചു. ഹിന്ദി സംസാരിക്കാത്തതിൻ്റെ പേരിൽ മർദ്ദിച്ചു. എന്നെ മർദ്ദിച്ചു. നമ്മൊരു ഔട്ട് സ്റ്റേഷൻ സ്റ്റുഡൻസ് അവർ മനസ്സിലാക്കിയോണ്ട് ആണെന്ന് തോന്നുന്നു നമ്മൾ അധികം മർദ്ദിച്ചത്. നമ്മ ഇംഗ്ലീഷിലും ഹിന്ദിയിലും മിക്സ് ആയിട്ട് നമ്മൾ പറഞ്ഞു നമ്മൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസ് ആണ്, സാക്കിർ ഹുസൈൻ കോളേജ് സ്റ്റുഡൻസ് ആണ്. അപ്പോഴും നമ്മളെ ബൂട്ട് കൊണ്ട് മറ്റേ ഫൈബറിലാത്തിയോണ്ട് മർദ്ദിച്ചു. പിന്നെ നമ്മൾ കുറ്റം ഏൽക്കാൻ വേണ്ടി ഒരുപാട് മർദ്ദിച്ചു. വിനീത വിജയാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. വിനീതയുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. വിനീത, ഇപ്പോൾ ഏറ്റവും ഒടുവിലായി MP ശിവദാസൻ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അദ്ദേഹം മന്ത്രി അമിത് ഷായ്ക്ക് കത്തയച്ചു എന്ന വിവരം കൂടി വരുന്നുണ്ട്. അത് നടപടി ആവശ്യപ്പെട്ടാണ് എന്ന് ഞാൻ കരുതുന്നു. ഇതിൽ മൊബൈൽ ഫോൺ മോഷണം ആരോപിച്ചാണോ ആൾക്കൂട്ട മർദ്ദനം ആദ്യം ഈ വിദ്യാർത്ഥികൾക്ക് നേരെ ഉണ്ടായത്? അതിനുശേഷം പിന്നീട് പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവർ നേരിട്ട അതിക്രൂര മർദ്ദനത്തെക്കുറിച്ചുമാണല്ലോ പറയുന്നത്. സംഭവിച്ചത് എന്താണ് വിനീത? തീർച്ചയായും അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ MP ശിവദാസൻ MP ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. അദ്ദേഹം അമിത്ഷായ്ക്ക് കത്ത് അയച്ചിരിക്കുകയാണ്. ആ കത്തിൽ നടപടി ഇക്കാര്യത്തിൽ കുറ്റക്കാർക്കെതിരെ കടുത്ത നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് കത്ത് അയച്ചിരിക്കുന്നത്. അനുജ, ഈ മാസം 24-നാണ് ഈ വിദ്യാർത്ഥികൾക്ക് നേരെ ആക്രമണം ഉണ്ടാവുന്നത്. ഇവർ റെഡ് ഫോർട്ടിന്റെ ഭാഗത്തേക്ക് പോയതായിരുന്നു. ഇവരുടെ കയ്യിൽ, ഈ വിദ്യാർത്ഥികളുടെ കയ്യിൽ ഒരു ഐഫോൺ ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഐഫോൺ കൈവശം ഉണ്ടായിരുന്നത് കണ്ട് ചില ആളുകൾ അവരുടെ അടുത്തേക്ക് കൂടുകയും ആദ്യഘട്ടത്തിൽ ഇവർക്ക് അവിടെ നിന്ന് ഫോൺ വേണോ എന്നൊക്കെ അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ വിദ്യാർത്ഥികൾ അവരെ ഒഴിവാക്കിയിരുന്നു. പക്ഷെ പിന്നാലെ ഈ ഫോൺ ഞങ്ങളുടേതാണെന്നും ഞങ്ങളുടെ പക്കൽ നിന്ന് ഈ വിദ്യാർത്ഥികൾ ഈ ഫോൺ മോഷ്ടിച്ചതാണെന്നും ഒരുപറ്റം ആളുകൾ ആരോപിക്കുകയായിരുന്നു. ഇതിൽ സഹായം തേടി അവിടെ ഉണ്ടായിരുന്ന ഒരു കോൺസ്റ്റബിളിനെ ഈ വിദ്യാർത്ഥികൾ സമീപിച്ചിരുന്നുവെങ്കിലും ആ വ്യാജേന ആ ആളുകൾ പറഞ്ഞ വ്യാജമായിട്ടുള്ള കാര്യമാണ് ആ കോൺസ്റ്റബിൾ വിശ്വസിക്കുകയും ഒപ്പം തന്നെ ഈ വിദ്യാർത്ഥിയെ അവിടെ വെച്ച് തന്നെ അവർ മർദ്ദിക്കുകയും ചെയ്തു. പിന്നാലെ ഡൽഹിയിലെത്തിയ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെയ്യാൻ കഴിയുന്നൊരു കാര്യം ഇവിടുത്തെ ഡൽഹി പോലീസിനെ സമീപിക്കുക എന്നുള്ളതാണ്. സ്വാഭാവികമായും ഈ വിദ്യാർത്ഥികളും നിസ്സഹായരായിരുന്നു. അവർ ആ ഘട്ടത്തിൽ അവർ ഡൽഹി പോലീസിനെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ഡൽഹി പോലീസ് ഇവരെ ഏതാണ്ട് 2.5 മണിക്കൂറോളമാണ് പോലീസ് സ്റ്റേഷന്റെ മുറിയിലിട്ട് പൊതിരെ തല്ലിയതെന്നാണ് ആ വിദ്യാർത്ഥികൾ പറയുന്നതിൽ. ആ വിദ്യാർത്ഥികൾ കാണിക്കുന്നുണ്ട് അവരുടെ മുഖത്ത് 17 തവണയാണ് ആ പോലീസുകാരൻ മർദ്ദിച്ചത്, ആഞ്ഞടിച്ചത്. ഒപ്പം തന്നെ ബൂട്ടിട്ട് ചവിട്ടുകയുണ്ടായി, ഒപ്പം തന്നെ വടികൊണ്ട് മർദ്ദിക്കുകയുണ്ടായി. ഹിന്ദി സംസാരിക്കൂ നിങ്ങളെന്നാണ് അവരോട് ആവശ്യപ്പെട്ടത്. അവർ രണ്ടുപേരും മലയാളികളായിട്ടുള്ള വിദ്യാർത്ഥികളാണ്. അവർക്ക് അതിൽ ഒരാൾക്ക് ഹിന്ദി ഒരല്പം അറിയാം. പക്ഷെ എങ്കിൽ പോലും അങ്ങനെ ഒരു ഫ്ലുവൻ്റ് ആയിട്ടൊക്കെ സംസാരിക്കാൻ അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾക്ക് മലയാളികളാണ്, ഹിന്ദി സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷേ ആ പോലീസുകാരൻ പറഞ്ഞത് ഹിന്ദിയിൽ ചില മോശമായിട്ടുള്ള വാക്കുകൾ ഈ വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു നൽകുകയും അത് അടുത്തുള്ള പോലീസുകാരനെ നോക്കി വിളിക്കൂ എന്ന് അവർ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിന് പറ്റില്ല എന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞപ്പോൾ അവരെ വിവസ്ത്രരാക്കി ഏതാണ്ട് 2.5 മണിക്കൂറാണ് അതിക്രൂരമായി ഈ വിദ്യാർത്ഥികളെ പോലീസ് സ്റ്റേഷനിലിട്ട് പൊതിരെ തല്ലിയത്.